നമുക്ക് ഇന്നത്തെ ഡിസ്കഷന്റെ ബാക്കിയായിട്ട് നമുക്ക് നോക്കാം. സ്ക്രീന് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ലാസ്റ്റ് ഒരു കൺവേർഷൻ പ്രോഗ്രാം, സെൽഷ്യസ് ഡിഗ്രി സെൽഷ്യസ് ടു ഫാരൻഹൈറ്റ് കൺവേർഷനും പ്രോബ്ലം അതും എന്താണെന്നുള്ളതല്ല, അതിലുപരി നമ്മളായ സി പ്രോഗ്രാമിംഗ് പഠിക്കാനായിട്ട് വിവിധങ്ങളായ പ്രോബ്ലങ്ങൾ നമ്മളിങ്ങനെ എടുത്ത് ഡിസ്കസ് ചെയ്ത് ഓരോന്നും സോൾവ് ചെയ്യുന്നതിനിടയ്ക്ക് നമ്മൾ പ്രോഗ്രാമിങ്ങിൻ്റെതായ കാര്യങ്ങൾ പഠിക്കും. ഇതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു പ്രോബ്ലം എടുത്തു, അത് വർക്ക് ചെയ്തു. അപ്പോൾ അതിനകത്ത് ചില ഞാനിങ്ങനെ ഇത് റൺ ചെയ്ത് കാണിച്ച സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് വിചാരിക്കുന്നു. അതെന്താണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ ആ ലാസ്റ്റ് ചെയ്ത പ്രോഗ്രാം ഒന്ന് കാണാം. ഡിസ്കസ് ചെയ്ത് നിർത്തിയ പ്രോഗ്രാം കൺവേർട്ടിംഗ് ടു, അപ്പം ലാസ്റ്റ് പറഞ്ഞു നിർത്തി ഞാൻ ഒന്നുകൂടെ നിങ്ങളുടെ മെമ്മറിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു സി പ്രോഗ്രാമിൽ കമന്റ്സ് എഴുതുന്നത് /*/ ഇടയ്ക്ക് എന്തെഴുതിയാലും അത് കമന്റ്സ് ആണ്. കമന്റ്സ് കമ്പൈലർ ഇഗ്നോർ ചെയ്യും. അത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി, പ്രോഗ്രാമറിന്റെ ആവശ്യത്തിന് വേണ്ടി, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വിശദമായിട്ട് നോട്ടുകൾ എഴുതുന്നതിനാണ് ഈ കമന്റ്സ് എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ പ്രോഗ്രാമുകളിലും കമന്റ്സ് എഴുതുന്നതാണ് നല്ലത്. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടത് ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തു, മെയിൻ ഫംഗ്ഷൻ. നമ്മൾ കണ്ടത് എങ്ങനെയാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. സി ലാംഗ്വേജിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ ഇത് ഏറ്റവും ബിഗിനിങ്ങിലാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. ഒരു ബ്രാക്കറ്റ്, ഒരു ബ്ലോക്ക് ഓഫ് കോഡ് തുടങ്ങുന്ന, ബ്ലോക്ക് ഓഫ് കോഡ് എന്ന് പറയുന്ന ഒരു കേളി ബ്രാക്കറ്റും അതിന്റെ അവസാനവും വരുന്ന ഭാഗത്തിനാണ് ഒരു ബ്ലോക്ക് ഓഫ് കോഡ് എന്ന് പറയുന്നത്. ഇത്രയും പോർഷനാണ് ഒരു ബ്ലോക്ക് ഓഫ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലോക്ക് ഓഫ് കോഡ് തുടങ്ങുന്നതിന്റെ ബിഗിനിങ്ങിൽ വേണം വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാൻ. ഏത് ബ്ലോക്കിന്റെയും ബിഗിനിങ്ങിൽ വേണം അതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന വേരിയബിളിന്റെ ഡിക്ലറേഷൻ വരാൻ. ഇതിന് ഡിക്ലറേഷൻ എന്നാണ് പറയുന്നത്. എന്താണ് ഇത് പറയുന്നത്? ഡിക്ലറേഷൻ. വേരിയബിൾ ഡിക്ലറേഷൻ. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഇത് C++ സ്റ്റൈല് കമന്റ് ആണ്. ഈ C++ എന്നുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ 2 ലൈൻ അടുപ്പിച്ച് ഇങ്ങനെ ഇട്ടാൽ അതിന്റെ ബാക്കി വരുന്ന ഭാഗം കമന്റ് ആണ്. പക്ഷെ അത് കമന്റ് ആയിട്ട് എടുക്കുമെന്നുള്ളത് കൊണ്ട് പുതിയ കമ്പൈലർ, സി കമ്പൈലർ ഇതും കമന്റ് ആയിട്ട് എടുക്കാറ്. പക്ഷെ ഇങ്ങനെ എഴുതരുത്. പ്രോപ്പർ സി എഴുതുമ്പോൾ എപ്പോഴും കമന്റ്സ് എഴുതുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കണം. സോ പ്രോപ്പർ വേ ഓഫ് റൈറ്റിംഗ് കമന്റ്സ് ലൈക്ക് ദിസ് ഓൺലി. അപ്പൊ നമ്മള് 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്ത്, എന്ത് ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനുള്ള കാര്യം എന്താ? നമ്മുടെ പ്രോബ്ലമാണ് അതിനെല്ലാം ആസ്ഥാനം. പ്രോബ്ലം ഇതായിരുന്നു, റൈറ്റ് എ പ്രോഗ്രാം ടു കൺവേർട്ടിംഗ് സെൽഷ്യസ് ടു ഫാരൻഹൈറ്റ്. നമ്മൾ നെറ്റിൽ റെഫർ ചെയ്ത് അതിന്റെ ഫോർമുല കണ്ടുപിടിച്ചു. ഇതാണ് അതിന്റെ ഫോർമുല എന്ന് മനസ്സിലായി. സി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ ആണെങ്കിൽ അതിനെ 9/5 മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ കൂടെ 32 കൊണ്ട് കൂട്ടുമ്പോൾ കിട്ടുന്ന എന്താണോ അതാണ് ഫ്ലോട്ടിംഗ് പോയിന്റിലുള്ള ഫാരൻഹൈറ്റ് വാല്യൂ എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ അതിനുവേണ്ടി നമ്മൾ സി യൂസറിൽ നിന്നാണ് സ്വീകരിക്കുന്നതെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. യൂസർ ഗെറ്റ് ടെമ്പറേച്ചർ ഫ്രം യൂസർ. ഓക്കെ, അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ, പ്രോഗ്രാമിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ ഒരു വേരിയബിൾ വേണമെന്ന് പറഞ്ഞു. ഒരു സ്റ്റോറേജ് ലൊക്കേഷൻ, വേരിയബിൾ മീൻസ് എ സ്റ്റോറേജ് ലൊക്കേഷൻ. അതിനെ സി എന്ന് പേര് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മൾ ഇങ്ങനെ, ഇത് രണ്ടും സിയും എഫ് എന്തിനാണ്? റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി. റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ, ആ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ളതും അങ്ങോട്ട് കൊടുക്കുന്ന ഇൻപുട്ടും രണ്ടും ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്, അതായത് ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പറുകൾ ആയതുകൊണ്ട് അതിന്റെ ടൈപ്പ് ഫ്ലോട്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഫ്ലോട്ട് ടൈപ്പിലുള്ള 2 സ്റ്റോറേജ് യൂണിറ്റുകൾ, സ്റ്റോറേജ് ഏരിയ സ്പെസിഫൈ ചെയ്യുക എന്നാണ് ഇതിന്റെ അർത്ഥം. അത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള പ്രിന്റ്എഫ് കണ്ടു. അതിലൊരു മെസ്സേജ് യൂസറിന് കൊടുത്തു. അതിനുശേഷം യൂസറിൽ നിന്ന് ആ ലൊക്കേഷനിലേക്ക്, സി എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ റീഡ് ചെയ്ത്, അതായത് കീബോർഡിൽ നിന്ന് വരുന്ന ഇൻപുട്ട് കളക്ട് ചെയ്ത് വെക്കാനായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതി. അതാണ് ഇത്. ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത്. %f എന്ന് പറയുന്നത് ഫോർമാറ്റിംഗ് ക്യാരക്ടർ എന്ന് പറയും. അത് ഫ്ലോട്ടിംഗ് പോയിന്റിനെ സൂചിപ്പിക്കുന്ന ഫോർമാറ്റിംഗ് ക്യാരക്ടറാണ്. എല്ലാ ഫോർമാറ്റിംഗ് ക്യാരക്ടേഴ്സിന്റെയും മുമ്പില് ഒരു പെർസെന്റേജ് സിമ്പിൾ കാണും. %f എന്ന് പറഞ്ഞാൽ അത് ഫോർമാറ്റിംഗ് ക്യാരക്ടർ ആണെന്ന് തിരിച്ചറിയണം. അല്ലാതെ വെറുതെ എഫ് എഴുതിയ എഫ് എന്ന് തന്നെയാണ് അർത്ഥം. %f എന്ന് എഴുതുമ്പോൾ അത്
സ്ട്രിങ്ങിലായിരിക്കുമ്പോൾ അത് ഫോർമാറ്റിംഗ് ആണ്. ഈ ആംപേഴ്സെന്റിന്റെ ഉപയോഗം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ആംപേഴ്സെന്റ് ഈസ് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ. ആംപേഴ്സെന്റ് പറയുന്ന പേരാണ് ആംപേഴ്സെന്റ് ഈസ് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ. ഇങ്ങനെയാണ് അത് സിയിൽ പറയുക. അഡ്രസ് ഓഫ് ഒരു വേരിയബിൾ ഉണ്ടെങ്കിൽ അത് എവിടെയാണ് മെമ്മറിയിൽ ഇരിക്കുന്നത് എന്ന് അറിയാനാണ്. എവിടെയാണ് മെമ്മറി ഇരിക്കുന്നത് അതിന് പറയുന്ന പേരാണ് അഡ്രസ്. നമുക്ക് വീട്ടുപേരൊക്കെ ഉള്ള പോലെ ഒരു വേരിയബിളിനും അതിൻ്റെ മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. ആ ലൊക്കേഷനെയാണ് നമ്മൾ അഡ്രസ് മെമ്മറി അഡ്രസ്. ആ മെമ്മറി അഡ്രസ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട്, അല്ലെ അത് യൂസ് ചെയ്ത് പുറത്തു കൊണ്ടുവരാനായിട്ടുള്ള ഓപ്പറേറ്ററാണ് ആംപേഴ്സൻഡ്. ആംപേഴ്സൻഡ് സി എന്ന് പറയുമ്പോൾ സി വെച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ അഡ്രസ് കൊണ്ടുവരും. ഓക്കെ. പക്ഷെ ഈ സ്റ്റേറ്റ്മെന്റ് മൊത്തം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കീബോർഡിൽ നിന്ന് ഒരു ഇൻപുട്ട് സ്വീകരിക്കുക, അതിനെ ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ട് കരുതുക, അങ്ങനെ കരുതി ഫ്ലോട്ടിംഗ് പോയിന്റ് ആക്കി മാറ്റിയ നമ്പറിനെ സി എന്ന് പറയുന്ന സ്റ്റോറേജ് ലൊക്കേഷനിലേക്ക് വെക്കുക. ഇതാണ് ഈ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം. ഇതുപോലെ എന്ത് വേണമെങ്കിലും നമുക്ക് റീഡ് ചെയ്യാം. അപ്പൊ നമ്മൾ കാൽക്കുലേഷൻ നടത്തി നേരത്തെ അറിയാം. അപ്പൊ അത് അവിടെ നമ്മൾ ആകെപ്പാടെ ചെയ്ത ഒരു ഇൻറ്റു, അതായത് മൾട്ടിപ്ലിക്കേഷന് പകരം നിൽക്കുന്ന സിയിലെ സിമ്പിൾ സ്റ്റാർ ആണെന്ന് മനസ്സിലാക്കി. അതുപോലെ ഡിവിഷൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യം ചെയ്തപ്പോൾ ഞാനിത് ആ ഫോർമുല സച്ച് എഴുതി, ഇങ്ങനെ എഴുതി. ഇനി നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നമുക്ക് അതിന് തമ്മിലുള്ള വ്യത്യാസം നോക്കാം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മൾ അതിലെ വന്നിട്ട് പ്രോഗ്രാം ഒന്നുകൂടെ ഒന്ന് കമ്പയർ ചെയ്ത് C2F.C മൈനസ് ഔട്ട്പുട്ട് C2F.ex ചെയ്തു, കിട്ടിയിട്ടുണ്ട്. C2F.ex ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്തു. ഡിഗ്രിയിലുള്ള ഇത് ചോദിച്ചു. നമുക്ക് 36 എന്ന് കൊടുത്തു. ഫാരൻഹീറ്റ് 68 എന്ന് പറഞ്ഞു. എന്തോ ഒരു തെറ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. കാരണം 36 കൊടുക്കുമ്പോൾ ഫാരൻഹീറ്റ് 68 അല്ല വരുന്നത്. എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലായി. നമ്മളത് തിരുത്തി. അത് തിരുത്തിയപ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട ഇവിടെ ഞാൻ എഴുതിയ 9.0. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഒരു എക്സ്പ്രഷനിൽ 2 ഇന്റിജർ വാല്യൂ ആണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ടോട്ടൽ റിസൾട്ടും ഇന്റിജർ ആണ്. അതായത് ഞാൻ ഇവിടെ 9/5 എന്ന് എഴുതി കഴിഞ്ഞാൽ 9നെ 5 കൊണ്ട് ഇന്റിജർ ഡിവിഷൻ ചെയ്യും. ഇന്റിജർ ഡിവിഷൻ ചെയ്യുമ്പോൾ 9ൽ എത്ര 5 ഉണ്ട്? 9ൽ എത്ര 5 ഉണ്ട്? ഒരു 5, പിന്നെ 4 ഉള്ളൂ മിച്ചം. റിമൈൻഡർ ഈസ് 4. അപ്പൊ 1 എന്ന് വരും. അങ്ങനെ 1 എന്ന് വരുന്ന 36ഉം പിന്നത്തെ 32ഉം കൂടെ കൂട്ടിയാണ് 68 എന്നുള്ള ഡിസ്പ്ലേ വന്നത്. ഇതല്ല ശരിയായ കാൽക്കുലേഷൻ. അപ്പൊ നമുക്ക് ഇവിടെ ശരിക്കും വേണ്ടത് 9നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റാഷണൽ നമ്പർ, അതായത് ആ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതൊരു ട്രിക്കാണ്. നമ്മൾ 9 എന്ന് പറയുന്ന ഇന്റിജറിനെ ജസ്റ്റ് 0.0 എന്നും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ അതിന്റെ ടൈപ്പ് ഓട്ടോമാറ്റിക്കലി കൺവേർട്ടഡ് ടു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ. അപ്പൊ ഇപ്പം 9.0 എന്ന് പറയുന്നത് മെമ്മറി സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആയിട്ടാണ്. അപ്പൊ ഏതൊരു എക്സ്പ്രഷനിലും ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ റിസൾട്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് ആക്കി മാറ്റും. ഏറ്റവും ബിഗ്ഗസ്റ്റ് പ്രിസിഷന് കമ്പ്യൂട്ട് ചെയ്യാവുന്ന ഏത് ടൈപ്പിലാണോ ആ ടൈപ്പിലേക്ക് മാറ്റും. അതിന് ടൈപ്പ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയും. നമ്മൾ ഇനി ആ വാക്കുകളൊക്കെ വീണ്ടും വരും. നമ്മൾ അതിനെ പഠിക്കാനുണ്ട് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. നമുക്ക് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. ബട്ട് ഇപ്പം മനസ്സിലാക്കുക, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ഒരു എക്സ്പ്രഷനിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ഉണ്ടെങ്കിൽ ആ എൻ്റയർ എക്സ്പ്രഷൻ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആക്കി മാറ്റി കൺവേർട്ട് ചെയ്താണ് കാൽക്കുലേഷൻ നടക്കുക. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള നമുക്കിപ്പോൾ ഇത് ചേഞ്ച് ചെയ്തു. ഞാനതൊന്ന് സേവ് ചെയ്തു. വീണ്ടും നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിൽ വന്ന് അതൊന്നുകൂടെ കമ്പൈൽ ചെയ്യണം. വീണ്ടും കമ്പൈൽ. ഒരു പ്രോഗ്രാമിൽ ഒരു തിരുത്ത് വരുത്തിയാൽ അത് വീണ്ടും കമ്പൈൽ ചെയ്യണം എന്നുള്ളത് ഓർത്തിരുന്നോണം. ഒരു പ്രാവശ്യം ഒരു തിരുത്ത് വരുത്തിയാൽ അടുത്ത പ്രാവശ്യം അത് നമുക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ, അത് ആ ചേഞ്ച് എഫക്റ്റ് ആകണമെങ്കിൽ നമ്മൾ വീണ്ടും പ്രോഗ്രാം കമ്പൈൽ ചെയ്യണം. സോഴ്സ് കോഡായിട്ട് എഴുതി വെച്ചാൽ അത് കമ്പ്യൂട്ടറിന് മനസ്സിലാകില്ല. വീണ്ടും അതിനെ കമ്പൈൽ ചെയ്ത് എക്സിക്യൂട്ടബിൾ ആക്കുമ്പോഴാണ്, എന്നിട്ട് റൺ ചെയ്യുമ്പോഴാണ് ആ തിരുത്ത് വരുത്തിയത് നമുക്ക് എഫക്റ്റ് ആകും. അപ്പോൾ ആ സ്റ്റെപ്പ് ഓർത്തിരുന്നോ. അപ്പൊ ഇവിടെ നോക്കൂ, ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടി. ഒരു ചെറിയ എറർ ഉണ്ട്. ഇത് ഈ 0.3 എവിടുന്നും വന്നതല്ല, അത് പ്രിസിഷന്റെ ഭാഗമായിട്ട് വന്ന
ഒരു മിസ്റ്റേക്ക് ആണ്. അപ്പോൾ നമുക്ക് ഏതായാലും 2 ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ആയിട്ടാണ് കിട്ടിയത് 96. ഇതാണ് നമ്മളുടെ ഒരു, ഇപ്പൊ ഇവിടെ ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ലൈനിലെ ഇവിടെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത രീതി എന്ന് പറയുന്നത് സീക്വൻസ് ആണ്. അതായത് ആദ്യത്തെ കാര്യം ആദ്യം, പിന്നെ രണ്ടാമത്തെ കാര്യം രണ്ടാമത്, മൂന്നാമത്തെ കാര്യം മൂന്നാമത്, നാലാമത്, അഞ്ചാമത്, അങ്ങനെ ക്രമത്തിന് എക്സിക്യൂട്ട്. ഇനി നമുക്ക് ഈ പ്രോബ്ലം ഒന്നുകൂടെ റീഡിഫൈൻ ചെയ്തിട്ട് കുറച്ചൊരു വ്യത്യാസപ്പെട്ട ഒരു രീതിയിലേക്ക് നമുക്ക്, ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം തിരിച്ചും മറിച്ചുമുള്ള കൺവേർഷൻ വേണം, പക്ഷെ യൂസർ തീരുമാനിക്കും. അതായത് ഡിഗ്രി സെൽഷ്യസ് ടു ഫാരൻഹീറ്റ് വേണം, ഫാരൻഹീറ്റ് ടു സെൽഷ്യസ് കൺവേർഷൻ നടക്കണം. പക്ഷെ ഏത് തരം കാൽക്കുലേഷൻ ആണ് നടക്കേണ്ടതെന്നുള്ളത് യൂസർ തീരുമാനിക്കണം. അപ്പോൾ പ്രോബ്ലം നമുക്ക് ഇതിനെ നമുക്ക് വേറൊരു പേരിലേക്ക് ഒന്ന് മാറ്റി എഴുതാം, എന്നിട്ട് അത് നമുക്ക് തിരിച്ചു. മോഡിഫൈഡ് C2F, ഞാൻ MC. ആ മോഡിഫിക്കേഷൻ ഇതാണ്, പ്രോഗ്രാം ഫോർ ആൻഡ് Fahrenheit to Celsius based on user choice. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രോഗ്രാം. രണ്ടാമത് പ്രോഗ്രാം ടു കൺവേർട്ടിംഗ് സെൽഷ്യസ് ടു ഫാരൻഹീറ്റ് ആൻഡ് ഫാരൻഹീറ്റ് ടു സെൽഷ്യസ് ബേസ്ഡ് ഓൺ യൂസർ ചോയ്സ്. യൂസർ പറയുന്ന പോലെ കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇൻവോൾവ് ചെയ്യുന്ന ഫോർമുലാസ്, മാത്തമാറ്റിക്കൽ മോഡൽ എന്തൊക്കെയാണ്? ദിസ് ഈസ് ഫ്രം C2F 1. ഇതാണ് ഒരു ഫോർമുല. നമുക്ക് ഇതിന്റെ ഇൻവേർട്ടഡ് ഫോർമുല എഴുതുവാണെങ്കിൽ എന്ത് വരും? അത് മാത്തമാറ്റിക്കൽ ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ. നമ്മൾ ഇത് സിയിലേക്ക് മാറ്റുവാണെങ്കിൽ C ഇസ് ഈക്വൽ ടു എന്ന് എഴുതണമെങ്കിൽ എന്ത് വരും? C is equal to F minus 32. F minus 32. ഇത് നിങ്ങൾക്ക് മാത്തമാറ്റിക്സ്, ബേസിക് മാത്തമാറ്റിക്സ് അറിയാവുന്നവർക്ക് മനസ്സിലാവും അല്ലേ? ഇൻറ്റു 5/9. ഇതാണ്. എങ്ങനെ ഇത് വന്നെന്ന് മനസ്സിലായോ? ഇതിന്റെ കാൽക്കുലേഷൻ ഫോർമുലയെ പറ്റിയുള്ള ഇതെങ്ങനെ ഇങ്ങനെ വന്നു? ഞാൻ ആദ്യം ഈ ടേമിന്റെ ഇത് പ്ലസ് എന്നുള്ളത് ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോയി, അപ്പോൾ ഇത് മൈനസ് ആയി, F minus 32 ആയി. പിന്നെ ഉള്ളത് C into 9 divided by 5 എന്നാണ്. അപ്പോൾ 5നെ അങ്ങോട്ട് കൊണ്ടുപോവുക, 5 into F minus 32 into 5 വന്നു. അതിനെ C9, അപ്പോൾ C എന്ന് കിട്ടാൻ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അങ്ങനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതെങ്ങനെയാണ് ഈ ഫോർമുല വന്നത്? സോ വി ഹാവ് ബോത്ത് ദ മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ ഓർ ഫോർമുലേഷൻ ഫോർ ദ കമ്പ്യൂട്ടേഷൻ. നമ്മൾ അതിന്റെ റൂട്ട് തീരുമാനിച്ചു, എങ്ങനെ ഇത് അച്ചീവ് ചെയ്യാം മാത്തമാറ്റിക്കലി, അതിനെ കുറിച്ചൊരു ധാരണയാക്കി. ഈ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിന്റെ അടുത്ത ഭാഗം അതിന്റെ മാത്തമാറ്റിക്കൽ മോഡൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പ്രോഗ്രാം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ് മോഡൽ ഫൈൻഡ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്. അപ്പൊ ആ സ്റ്റെപ്പിൽ നമ്മൾ ഇങ്ങനെ മോഡൽ കണ്ടുപിടിച്ചു നമുക്ക് വേണ്ട പ്രോബ്ലം. ഇനി നമുക്ക് ചെയ്യാനായിട്ട് യൂസറിനോട് ഇത് ചോദിക്കുമ്പോൾ നമുക്കൊരു 0th സ്റ്റെപ്പ് കൂടെ ആഡ് ചെയ്യാം. ഗെറ്റ് യൂസർ മെനു ഇൻപുട്ട് ഫോർ സെലക്ടിങ് കൺവേർഷൻ മെത്തേഡ്. 2 മെത്തേഡുണ്ട്. Get temperature in Celsius or Fahrenheit. According to user selection. അപ്പൊ ഏത് ഫോർമുല ഉപയോഗിക്കണം എന്നുള്ളത് യൂസർ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പോകണം. അല്ലാതെ നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റുന്നില്ല ഏത് വഴിക്ക് പോകണം എന്നുള്ളത്. നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നില്ല, പകരം യൂസർ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ സമ്മതിക്കും. ഓക്കെ,
ബാക്കിയെല്ലാം അതുപോലെ കാൽക്കുലേറ്റ് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യുക. കാൽക്കുലേറ്റ് യൂസ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ മതി, കാരണം ഏതാണെന്നുള്ള അറിയത്തില്ല. ആൻഡ് ഔട്ട്പുട്ട് ദ കാൽക്കുലേറ്റഡ് വാല്യൂ ടു നൗ. ഇപ്പോൾ ഈ മോഡിഫൈഡ് പ്രോബ്ലത്തിന്റെ അൽഗോരിതം നമുക്ക് റെഡിയായി. ഇങ്ങനെ ചെയ്താൽ അത് കിട്ടും. ഇത് നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്താൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, നമുക്ക് ഒരു കാര്യം കൂടി ചോദിക്കണം അല്ലെ. യൂസർ ഒരു ഇൻപുട്ട് തരണം. മെനു 1 ആണോ 2 ആണോ യൂസ് ചെയ്യേണ്ടത്, അതായത് മെത്തേഡ് 1 ഉപയോഗിക്കണോ 2 ഉപയോഗിക്കണോ ഫോർമുല. അപ്പൊ മെനു എന്നുള്ള സൂചിപ്പിക്കാൻ ഞാൻ എം എന്നുള്ള ക്യാരക്ടർ മെനു ആണ്. എന്നിട്ട് നമ്മൾ ഇതിനു മുമ്പിൽ നമ്മൾ എഴുതി വെക്കുകയാണ് അല്ലെ. എന്താണ് എഴുതി വെക്കുന്നത്? ആദ്യം ആ വിവരങ്ങളെല്ലാം ഒന്ന് സൂചിപ്പിക്കാം. 1 for convert from Celsius to Fahrenheit. ഓക്കെ, നെക്സ്റ്റ് അടുത്ത മെനു ഐറ്റവും കൂടെ കാണിച്ചു കൊടുക്കാം. കൺവേർട്ട് ഫ്രം Fahrenheit to Celsius. ഓക്കെ, 2 സെമിക്കോളൻ മിസ്സിംഗ് ആണ്. നമുക്ക് ആ സെമിക്കോളൻ മിസ് ചെയ്തില്ല. നമുക്കത് നോക്കാം, എന്നാ പറയുന്നത് നോക്കാം. കമ്പയർ. ഓക്കെ, അങ്ങനെ എഴുതി. അപ്പോൾ യൂസർ ഒരു ചോയ്സ് നമുക്ക് തരുമെന്ന് പറയുന്നു. നമുക്ക് യൂസറോട് ചോദിക്കാം, എൻ്റർ യുവർ ചോയ്സ് എന്ന് പറയാം. എൻ്റർ യുവർ ചോയ്സ്. ചോയ്സ് റീഡ് ചെയ്യണ്ടേ? ചോയ്സ് എവിടെയാ നമ്മൾ റീഡ് ചെയ്യാൻ വെക്കുന്നത്? ഇത് ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ട് റോഡ് ചെയ്ത് വലിയ പ്രശ്നമാണ്. നമ്മൾ 1ഉം 0 സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ അവിടെ ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ടല്ല നമ്മൾ ആ 1ഉം 0ഉം മെനു സ്റ്റോർ ചെയ്യേണ്ടത്. പകരം നമ്മളൊരു ഇൻറ്റിജർ ഉപയോഗിക്കും. ഓക്കെ, ഒരു ഇൻറ്റിജർ വാല്യൂ. സോ വി സ്പേസ് ഇൻറ്റ് എം. ദിസ് മീൻസ് ഇൻറ്റിജറിന് വേണ്ടി സ്റ്റോർ ചെയ്യാനുള്ള എം എന്ന് പറയുന്ന ഒരു ഏരിയ റിസർവ് ചെയ്യുക. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഇൻറ്റിജർ %d എന്നുള്ളതാണ് അതിന്റെ ഫോർമാറ്റ്. %d ഫോർ ഇൻറ്റിജർ. അപ്പോൾ യൂസറിൽ നിന്ന് ചോയ്സ് എടുക്കും. ഇനിയാണ് നമ്മൾ അടുത്ത് പഠിക്കാനായിട്ട് പോകുന്ന പുതിയ കൺസ്ട്രക്ട്. അവിടെ സെലക്ഷൻ എന്നൊരു രീതിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. 3 തരം കൺസ്ട്രക്ട് ആണ് പ്രോഗ്രാമിങ്ങിലുള്ളത്. 1 സീക്വൻസിങ്, 2 സെലക്ഷൻ, 3 ലൂപ്പിംഗ് എന്ന് പറഞ്ഞു. മെയിനായിട്ട് പ്രോഗ്രാം ഏതുതരം ലോജിക്കും നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് ഈ 3 കാര്യങ്ങൾ മതിയാകും. അതൊരു പ്രൂഫാണ്. ദാറ്റ് ഈസ് പ്രൂവ്ഡ്. 3 തരം കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഏതുതരം ലോജിക്കോ അത് ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്യാം എന്ന് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ചോയ്സ് റീഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഇനി ചോയ്സിനെ ബേസ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് 2 തരം കമ്പ്യൂട്ടേഷനിലേക്ക് പോകാം. ആ പാർട്ടാണ് നമ്മൾ ഇനി ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ എഴുതുന്നത് ശ്രദ്ധിക്കുക. ഈ എം equal to 1 മീൻസ് എം എന്ന് പറയുന്ന വാല്യൂ, അതായത് യൂസർ എൻ്റർ ചെയ്ത ചോയ്സ് 1 ആണെങ്കിൽ ഫോർമുല ഈസ് കൺവേർട്ട് ഫ്രം സെൽഷ്യസ് ടു ഫാരൻഹീറ്റ്. അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഫ്രം സെൽഷ്യസ് ടു ഫാരൻഹീറ്റ്. So we can use this formula. ഇനി അല്ല എൽസ്. ഇനി എൽസ് ആണെങ്കിലോ നമുക്ക് എൽസ് എന്ന് വെച്ചാൽ എം ഈക്വൽ ടു 1 അല്ല. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ ചോയ്സ് വർക്ക് ചെയ്യാണ്. ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ പറയാം ഓരോന്നും. സോ അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സി ആണ്. അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇൻറ്റു 5. എഴുതി.
then whatever be the value. ഇപ്പൊ റിസൾട്ട് എവിടെയാ കിട്ടുക? ഇതുണ്ട്, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത് ഫ്രണ്ടിലെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് റീഡ് ചെയ്യണമല്ലോ, റീഡ് ചെയ്തിട്ട് വേണ്ടേ. അപ്പൊ ഏതായാലും ചോയ്സ് എന്തായാലും ആ വാല്യൂ റീഡ് ചെയ്യണം. അപ്പൊ ഇവിടെ ചോയ്സിനനുസരിച്ച് വാല്യൂ ഡിസ്പ്ലേ ചെയ്യാം. ചോയ്സിനനുസരിച്ച് എന്താണ് എൻ്റർ ചെയ്യേണ്ടതെന്ന് ഇവിടെ പറയാം. അതാണ് ചെയ്യുന്നത്. ഇപ്പൊ ചോയ്സ് ഇഫ് മെനു ചോയ്സ് ഈസ് 1 ആണെങ്കിൽ അതിന്റെ അർത്ഥം മെനു ചോയ്സ് 1 ആണെങ്കിൽ സെൽഷ്യസ് ടു ഫാരൻഹീറ്റ് ആണ്. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് ഇതാണ്, എൻ്റർ ഇല്ല. ഇതല്ലെങ്കിലോ എൽസ്. ഇതല്ലെങ്കിൽ നമ്മള് വിശാലമായ ടെമ്പറേച്ചർ ഇൻ so the value is in F. അത് കഴിയുമ്പോൾ അതിന്റെ കമ്പ്യൂട്ടേഷൻ നടക്കും. കമ്പ്യൂട്ടേഷൻ നടന്നിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യണമല്ലോ. അതും മെനു ചോയ്സിനനുസരിച്ചാണ് ഔട്ട്പുട്ട് ഏതിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് ഏതിലാണ് വന്നിരിക്കുന്നത് തീരുമാനിക്കുന്നു. ഇതാണെങ്കിൽ we will display something like this. Else display Celsius equals 6. ഓക്കെ, നമ്മളിവിടെ ഏതാണ്ടൊക്കെ ഈഫ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം, ആദ്യം ഒന്ന് റൺ ചെയ്ത് നോക്കാം. സേവ് ചെയ്തു, കമ്പൈൽ ചെയ്തു. GCC C2F ഡോട്ട്. എറർ ഒന്നും ഇല്ലേ? എറർ വരണ്ടായിരുന്നു. നമ്മൾ സെമിക്കോൺ ഇട്ടില്ലല്ലോ. ഇവിടെ നമ്മൾ രണ്ട് സെമിക്കോൺ ഇടാനുണ്ട്, അത് ഇട്ടില്ല. എന്നിട്ട് അവൻ എറർ ഒന്നും കാണിച്ചില്ല കേട്ടോ. നമുക്ക് നോക്കാം എന്താ സംഭവിച്ചെന്ന് നോക്കാം. റൺ ചെയ്ത് നോക്കാം. പ്ലീസ് എൻ്റർ ടെമ്പറേച്ചർ കേട്ടോ. ഇത് നമ്മൾ C2F-ലാണ്. നമ്മൾ അതിന്റെ പേര് മാറ്റിയ വിവരം അറിഞ്ഞില്ലല്ലോ. ഞാനിവിടെ ആ സോഴ്സ് കോഡിന്റെ പേര് ഞാനൊന്ന് മാറ്റിയായിരുന്നു. MC2 മോഡിഫൈഡ് C2F എന്ന് പറഞ്ഞ ആക്കിയായിരുന്നു. അപ്പൊ അത് ഞാൻ വിട്ടുപോയി. അതാണ് MC2. ഓക്കെ, വന്നു. ഇതാണ് സാറിന് നമ്മുടെ പ്രോഗ്രാമിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സെമിക്കോളൻ വിട്ടുപോയി എറർ ഉണ്ടെങ്കിൽ ഇതാണ് വരിക. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എത്രാം നമ്പർ ലൈനിൽ എന്താണ് ആ പൊസിഷനിൽ വരുത്തിയിരിക്കുന്ന എറർ. അപ്പൊ അത് കറക്റ്റ് ആക്കണേ എന്ത് ചെയ്യണം എന്നും ഏകദേശം ഒരു വാണിംഗ് ഉണ്ട്. ഉണ്ടോ? വാണിംഗ് കൊടുക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ന്യൂ ലൈൻ വരണ്ടായിരുന്നു, അത് N വിട്ടുപോയി. കൊണ്ടാണ് ഇപ്പൊ നമുക്ക് രണ്ട് തെറ്റുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് അത് തിരുത്താം. തെറ്റുകൾ, സോഴ്സ് കോഡിലുള്ള തെറ്റുകൾ തിരുത്തുക. ഓക്കെ, തെറ്റുകൾ തിരുത്തി സേവ് ചെയ്യുക. വീണ്ടും ഫയലിലേക്ക് വരിക. ഓക്കെ, അതെ, ഇപ്പം എറർ ഒന്നുമില്ല, എല്ലാം ഓക്കെ ആയി. MC2F ഉണ്ടായിട്ടുണ്ട്. റൺ ചെയ്ത് നോക്കാം. നോക്കാം, ഉണ്ട്. 1 കൺവേർട്ട് ഫ്രം സെൽഷ്യസ് ടു കൺവേർട്ട് ഫ്രം ഫാരൻഹീറ്റ്. നമുക്ക് ആദ്യത്തേത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. രണ്ടാമത്തേത് ചെയ്തു. രണ്ടെന്ന് കൊടുക്കുമ്പോൾ അപ്പോൾ പ്ലീസ് എൻ്റർ ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ് നേരത്തെ കൊടുത്ത പോലെ നമുക്ക് 98.6 എന്ന് കൊടുത്തു നോക്കാം. ആണ്ടെ, നമുക്ക് 37 കിട്ടി. എന്തോ റൗണ്ടിങ് ഓഫ് വരുന്നത് അല്ലെ. നമ്മൾ 36 കൊടുത്ത 37 കിട്ടിയത്. ഒന്നുകൂടെ ഒന്ന് കൊടുത്തു നോക്കാം. ശരിക്കും
98.6 ആയിരുന്നു കൊടുത്തത്, കിട്ടിയിരുന്നത് 96. നേരത്തെ ഇവിടെ ഉണ്ടല്ലോ അതിന്റെ കൊടുത്തിരുന്ന സംഭവം 96.8. ഓക്കെ, 96.8. ഓ സോറി, convert from Fahrenheit. 96.8 degree Fahrenheit കൊടുത്തു, run ചെയ്തു. So we get 36. correct, exactly. അപ്പൊ ഇത് രണ്ട് സൈഡിലും വർക്ക് ചെയ്യാം. മറ്റേ ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. ഒന്നില് സാധാരണ പോലെ തന്നെ ഡിഗ്രി കൊടുത്തു, Fahrenheit. നമുക്ക് കൃത്യമായിട്ട് അതിന്റെ മാർക്ക് കിട്ടും. ഇവിടെ ഇപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? ഇന്ന് പഠിച്ച കൺസെപ്റ്റ് ആണ് ഈഫ്. ഈഫ് എന്താണ് ചെയ്യുന്നത്? ഈഫ് ഒരു കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പല കണ്ടീഷണൽ എക്സ്പ്രഷൻസ് ഉണ്ട്. അത് ഈക്വൽ ടു ഉണ്ട്, ലെസ് ദാൻ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിക്കാം. പക്ഷെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കണ്ടീഷണൽ എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ സംതിങ് ഈക്വൽ ടു സംതിങ് അല്ലെങ്കിൽ ലെസ് ദാൻ ഈക്വൽ ടു, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യും. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസ് എന്ന് പറയുന്നത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറയും. എൽസ് കൊടുക്കാതിരുന്നാലോ? എൽസ് പാർട്ട് വർക്ക് ചെയ്യില്ല, ഈ പാർട്ട് കംപ്ലീറ്റ് ചെയ്യല്ല, അത്രേ ഉള്ളൂ. ഈഫില് മാത്രമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അങ്ങനെ പോയി. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇതൊരു ലോജിക്കൽ മിസ്റ്റേക്ക്. നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ചുകൂടെ ഇലാബറേറ്റ് ചെയ്ത് ഒരുമിച്ചാക്കാം. ഈ ഇത്രയും ഈഫ് എഴുതാതെ നമുക്ക് കുറച്ചുകൂടെ, ഫോർ എക്സാമ്പിൾ ഈഫ് എം ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ റീഡ് ചെയ്യുക, കമ്പ്യൂട്ട് ചെയ്യുക, അതിനുശേഷം ഡിസ്പ്ലേ ചെയ്യുക. ഒരു അതുപോലെ ഇങ്ങനെയല്ല. ഫാരൻഹീറ്റ് തിരിച്ചുള്ള കൺവേർഷൻ ആണെങ്കിൽ, സോറി, റീഡ് ചെയ്യുക, കമ്പ്യൂട്ട് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യുക. ഇത്രയും രണ്ടാമതും മനസ്സിലാക്കാൻ വേണ്ടി എഴുതി. Now program is concise and precise. Okay. ഇതിനൊരു പ്രോബ്ലം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്താണ് പ്രോബ്ലം? മെനു 1 ആണെങ്കിൽ ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യും, ഇത് ചെയ്യും. മെനു 2 ആണെങ്കിൽ ഇത് ചെയ്യും, കാരണം അത് 2 ആണെങ്കിൽ ഇത് എൽസ് പാർട്ടിലേക്ക് വന്നിട്ട് ഈ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ 3 ആണ്, 3 കൊടുത്താലും ഇത് ചെയ്യും, ഇത് ഈ പാർട്ടുകൾ ചെയ്യും. അതായത് 1 അല്ലാത്ത എന്ത് കൊടുത്താലും സെക്കൻഡ് ചോയ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് ഇതിന്റെ പ്രോബ്ലത്തിന്. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന 1ഓ 2ഓ അല്ലെങ്കിൽ ഇതിനകത്ത് വേറെ ഒരു കാര്യവും ചെയ്യരുത് എന്നാണ്. അപ്പൊ നമുക്ക് വീണ്ടും ഇവിടെ ഒരു എൽസ് ഇഫ് ലാഡർ, എൽസ് ഇഫ് കണ്ടീഷൻ എം ഈക്വൽ ടു 2 ആണെങ്കിൽ മാത്രം ഇത് ചെയ്യാം. ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ പറയുക യൂസറോട്, നിങ്ങൾ എൻ്റർ ചെയ്ത your choice is invalid അല്ലെ? നമ്മൾ തന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ശരിയല്ല. ഓക്കെ, നൗ ഇതൊരു ഓൾമോസ്റ്റ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമായി മാറിയിട്ടുണ്ട്. കുറച്ച് പ്രശ്നങ്ങൾ ഇനിയും ഉണ്ട്, നമുക്ക് തീർക്കാം. പക്ഷെ നൗ ഇറ്റ് ഈസ് ബെറ്റർ. നമുക്ക് അതിനെ ഒന്ന് കമ്പൈൽ ചെയ്ത് റൺ ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്തു, ഓക്കെ, റൺ ചെയ്തു. ഇപ്പൊ നമ്മൾ 6 എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് കൊടുത്തു, കണ്ടോ? യുവർ ചോയ്സ് ഈസ് ഇൻവാലിഡ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? അല്ല നേരത്തെ ആയിരുന്നെങ്കിൽ 1 അല്ല, എം ഈക്വൽ ടു 1 ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ എന്ത് കൊടുത്താലും, വേറെ എന്ത് കൊടുത്താലും അത് താഴത്തെ പോർഷൻ, അതായത് കൺവേർട്ട് ഫ്രം ഫാരൻഹീറ്റ് ടു സെൽഷ്യസ് ചെയ്തേനെ. ഇപ്പൊ നമ്മൾ പറയുന്ന മെനു കൊടുത്താൽ മാത്രമേ അത് റൺ ചെയ്യൂ. ഇതാണ് അതിനകത്ത്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ കൊടുത്താൽ, 2 കൊടുത്താൽ മാത്രമേ അതിനകത്ത് ഒരു കൺവേർഷൻ പോസിബിൾ ആയിട്ട് നടക്കുള്ളൂ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലേണിംഗ്.
ഈ പ്രോബ്ലം. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യും. ഈ രണ്ട് പ്രോഗ്രാമുകളും നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഞാൻ ഇട്ടുതരാം. അതൊന്ന് ഇന്നിപ്പോ പോകുന്നതിന് മുമ്പ് ഇത് ടൈപ്പ് ഇൻ ചെയ്ത് കമ്പൈൽ ചെയ്ത് ഔട്ട്പുട്ടുകൾ നോക്കുക.